നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായി ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുകയാണ്. കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് മാറ്റമില്ല. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളും പൂക്കളവും പൂത്തിരിയും പുത്തനുടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം. നാടും നഗരവും മറുനാടൻ മലയാളികളും ആഘോഷലഹരിയിലാണ്. പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്നാണ് മലയാളികൾ ഓണദിനം ആഘോഷിക്കുന്നത്. പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിന്റെ ഓണമാണ് ഇത്തവണയും. അല്ലലില്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ദിവസത്തിൽ ഒത്തുചേരലിന്റെ സ്നേഹം പങ്കിടാൻ വീടുകൾ ഒരുങ്ങി. നിപ്പ പ്രതിരോധത്തിന് സർക്കാർ. ആരോഗ്യ ഡയറക്ടർ ഇന്ന് മലപ്പുറത്ത്. വണ്ടൂരിൽ മരിച്ച യുവാവിന് നിപ്പ ബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി സർക്കാർ. ആരോഗ്യ ഡയറക്ടർ ഇന്ന് മലപ്പുറത്തെത്തും. വിദഗ്ധ സംഘം നിലമ്പൂരിലെത്തി. ഇന്ന് പൂനെ ലാബിലെ ഫലം ലഭിക്കും. നിപ്പ കൺട്രോൾ റൂം ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവാവ് മരിച്ചത് നിപ്പ ബാധ മൂലമാണെന്ന് സംശയിക്കുന്നുണ്ട്. യുവാവിന്റെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നിപ്പ ലക്ഷണങ്ങളോടെ മരിച്ചത്. സിപിഎം ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ ഉടൻ തീരുമാനമില്ലെന്ന് നേതാക്കൾ. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന സിപിഎം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തൽക്കാലം ആരുമുണ്ടാകില്ല. താൽക്കാലിക ചുമതല തൽക്കാലം ആർക്കും ഇപ്പോൾ നൽകേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനം. പാർട്ടി സെന്ററിലെ നേതാക്കൾ കൂട്ടായി ചുമതല വഹിക്കും. ഈ മാസം അവസാനം ചേരുന്ന PBCC യോഗങ്ങൾ തുടർകാര്യങ്ങൾ ആലോചിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പാർട്ടി കോൺഗ്രസ് വരെ നിലവിലെ സംവിധാനം തുടരുന്നതിനും ആലോചനയുണ്ട്. സിപിഎം ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരാൾ അന്തരിച്ചത് ആദ്യമാണെന്നിരിക്കെ എന്ത് വേണമെന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്ന് നേതാക്കൾ വിശദീകരിച്ചു. പാനൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. 3 പേർ കസ്റ്റഡിയിൽ. പാനൂർ കൊളവല്ലൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. എസ്റ്റേറ്റ് റോഡിൽ ജയൻ എന്ന ആളുടെ വീടിന് സമീപത്താണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. ബൈക്കിലെത്തിയ 3 സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുഞ്ച് ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ. ജമ്മുകാശ്മീരിലെ പുഞ്ച് ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടി. പത്തനട്ടൂർ മേഖലയിലാണ് സംഭവം. സൈന്യവും പോലീസും നടത്തിയ തിരച്ചിലിനെ തുടർന്നാണ് ഭീകരർ വെടിയുതിർത്തത്. മെന്തർ സബ് ഡിവിഷന് സമീപം ഗുർസായി ടോപ്പിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു സംഘം തിരച്ചിലിന് ഇറങ്ങിയത്.